ഇന്ന് നമുക്ക് ചക്കക്കുരുവും മുരിങ്ങക്കായും കൊണ്ട് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറി ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു കറിക്കലത്തിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്ത ചെമ്മീനാണ്, അത് ചേർത്ത് അതിലേക്ക് നമുക്ക് ചക്കക്കുരു ക്ലീൻ ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു ഇപ്പോൾ നീളത്തിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്, അതും കൂടി ചേർക്കാം. ഇനി 2 മുരിങ്ങക്കായ നീളത്തിൽ മുറിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി അധികം ചേർക്കണ്ട, ഇതിന് പച്ചമുളകാണ് ഏറ്റവും നല്ലത് ഈ കറിക്ക്. അപ്പോൾ നമുക്കൊരു എരിവിന് ആവശ്യമായി നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് എരിവിന് വേണ്ട ഒരു 4 പച്ചമുളകും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒന്ന് അടച്ച് വെക്കുക, എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. 2 മിനിറ്റ് നന്നായിട്ട് വേകട്ടെ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റും കൂടി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേ ചക്കക്കുരു വെന്ത് കിട്ടുള്ളൂ. മുരിങ്ങക്കായ പെട്ടെന്ന് വേഗം, ചക്കക്കുരു ഇത്തിരി വേകാനായിട്ട് ഇത്തിരി താമസമാണ്. അപ്പോൾ നമുക്കൊരു 4 മിനിറ്റും കൂടി വെന്ത് കഴിയുമ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ചക്കക്കുരു വെന്തോന്ന് നോക്കാനായിട്ട് ഒരു തവിയിൽ ഒരു ചക്കക്കുരു എടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടൊന്ന് മുറിച്ച് നോക്കുക. അപ്പോൾ അറിയാം നമുക്ക് വെന്തോ വെന്തില്ലേന്ന്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. വലിയ മാങ്ങയാണെങ്കിൽ പകുതി ചേർത്താൽ മതി. ഇപ്പോൾ ഒരു പുളിക്ക് വേണ്ടി മാങ്ങയും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് ഒരു അരമുറി തേങ്ങ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അത് അപ്പോഴേക്കും നമ്മുടെ മാങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങക്കായും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത്തിരി വെള്ളത്തോടു കൂടി അത് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പൊന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെക്കുക. ഇനി തിളക്കരുത്, ഒന്ന് തിള വരുമ്പോഴേക്ക് നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുക് വറുക്കണം. അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ പതുക്കെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് കടുക് വറുക്കാം. ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെയാണ് ഈ കറിക്ക് ഏറ്റവും സ്വാദ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. ഇതൊരു കോമ്പിനേഷനാണ്. ചക്കക്കുരുവും മുരിങ്ങക്കായും മാങ്ങയും ചെമ്മീനും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. ഈ സമയത്ത് നമുക്ക് ചക്കക്കുരുവും കിട്ടും, മാങ്ങയും കിട്ടും, മുരിങ്ങക്കായും ഒക്കെ കിട്ടും. അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ സീസണിലുള്ള ഒരു കറിയാണിത്. ബെസ്റ്റ് കോമ്പിനേഷനുമാണ്, ബെസ്റ്റ് സ്വാദുമാണ്. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. എല്ലാവർക്കും കിട്ടുന്നതാണ് ചക്കക്കുരുവും മാങ്ങയൊക്കെ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.